Hi, hello and welcome back to our channel, my cooking stories. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു 3 ഇൻഗ്രീഡിയൻസ് റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അത് 2 കപ്പ് 250 ml കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുമ്പം ഇതെപ്പോഴും തണുത്തതായിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ മാത്രം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. ഇനി ഇത് നമുക്കൊരു ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്തിട്ട് ഒരു 2 to 3 minutes ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബീറ്ററിൻ്റെ ബ്ലേഡും പിന്നെ ഏത് പാത്രത്തിലാണോ നമ്മൾ ബീറ്റ് ചെയ്യുന്നത് ഇത് രണ്ടും കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 3 മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആവും കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് അധികം ബീറ്റ് ആയിട്ടില്ല, കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റും കൂടി ഹൈ സ്പീഡിലത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു സ്റ്റിഫ് പീ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അതായത് നമ്മൾ സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് താഴത്തേക്ക് പിടിച്ചാൽ അത് താഴത്തേക്ക് ഡ്രിപ്പായി പോകരുത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തത് 397 grams ആണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ വിപ്പിംഗ് ക്രീമും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. ഇത് മിനിമം ഒരു 7 hours എങ്കിലുമൊക്കെ വെക്കേണ്ടി വരും. ഇപ്പം ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പോലെ തന്നെ ക്രീമിയും അതേപോലെ തന്നെ നല്ലൊരു ടെക്സ്ചറുമാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്